ഇപ്പോ ദേ ഇത് കഴിച്ചേ. വാ. ആരായി നോക്കുന്നേ? ഇവിടെ ഒന്നും ആരുമില്ല. ഉറപ്പാണോ? ഉറപ്പ്. കഴിക്കുവണ്ണേ. അതെ, ഇനി തന്നെ ഇളക്കിക്കോ. ഞാനേ ഇപ്പൊ വരാമേ. എന്നാ മുത്തശ്ശി കാണിക്കുന്നേ? എന്തെങ്കിലും ഒരു സഹായം ചെയ്യാന്ന് കരുതി. മാറിക്ക. ഇതൊക്കെ ചെയ്യാൻ മാത്രം സുഖായോ മുത്തശ്ശിക്ക്? എത്ര നേരമെന്ന് വെച്ചാ നിന്റെ ജോലി തിരക്കും കണ്ട അങ്ങ് വെറുതെ ഇരിക്കുന്നേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ദേ നോക്കിക്കേ, ചുമ്മാ ഓരോന്ന് മുത്തശ്ശി കാണിക്കുന്നേ. എന്താ മുത്തശ്ശി? ഓ, മര്യാദക്ക് അടങ്ങി ഇവിടെ ഇരിക്കും. എന്റെ മക്കൾക്ക് ഇത്ര കഷ്ടപ്പാട് വന്നല്ലോ എന്ന് ഓർത്തിട്ടാ. എന്ത് കഷ്ടപ്പാട്? ഞാൻ എന്റെ ആദ്യം ജോലി എന്ന് സന്തോഷത്തോടെ അല്ലാന്ന് മുത്തശ്ശിക്ക് തോന്നിയോ? സന്തോഷത്തോടെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ദേവന്റെ യശോദയുടെയും നിങ്ങളുടെയൊക്കെ അവസ്ഥയില് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ മുത്തശ്ശിക്ക്. പണ്ടായിരുന്നെങ്കില് കൈ നീട്ടിയെടുക്കാൻ എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പൊ ഈ കയ്യ് ശൂന്യമല്ലേ മോളെ? എന്താ മുത്തശ്ശി ഇത്? ആരോടാ ഇതൊക്കെ പറയുന്നേ? ഞാൻ കാരണോടത്തെ കാര്യാണോ? ഈ കഷ്ടപ്പാടും വിഷമൊക്കെ നമ്മൾ അനുഭവിക്കാൻ തീരുമാനിച്ചല്ലേ? ജയിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നേ? നമുക്ക് ജയിക്കണ്ടേ? മുത്തശ്ശി, സത്യം പറഞ്ഞാ ഈ ജീവിതം വല്ലാതെ അങ്ങ് രസം പിടിച്ചു വരിക. ഇതല്ലാതെ വേറൊന്നും അല്ല ജീവിതം. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തായാലും ഈ ഭക്ഷണമൊക്കെ ഒരു പരീക്ഷണമായി. അപ്പൊ പിന്നെ ഒന്നോ രണ്ടോ കറികളൊക്കെ പോരെ? സൂര്യക്ക് എന്താ പേടിയുണ്ടോ? അല്ല, പേടിക്കാതെ പറ്റില്ലല്ലോ. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ബന്ധമില്ലാത്ത ഒരാളല്ലേ, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. എന്നാലേ പേടിക്കണ്ട. സൂര്യക്ക് അറിയാവുന്ന നല്ലൊരു കുക്കിനോട് കൃത്യമായ ഉപദേശങ്ങള് ഫോണിലൂടെ ചോദിച്ചാണ് ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കിയത്. അതാരം എന്നെ പോലും ഞെട്ടിക്കുന്ന പാചകം ചെയ്യുന്ന ഒരാള്. അത് ആറ്റുവാശ്ശേരി സദ്യയുടെ സർവവുമായ രാധിക അനുജത്യ. ഓ, രാധികയുടെ നിർദ്ദേശപ്രകാരമാണോ? എങ്കി ഓക്കെ, ഒട്ടും മോശമാവില്ല. ഓ, കണ്ടോ? അനുജത്തിയുടെ കാര്യം പറഞ്ഞപ്പോ എല്ലാം ഓക്കെയാ. കഴിക്ക്. ഏയ് നോ, താൻ ഇവിടെ ഇരിക്കും. നമുക്കേ രണ്ടുപേർക്കും ആവശ്യമുള്ളത് വിളമ്പി എടുത്ത് കഴിക്കാം. എന്താ? എന്നാലേ അങ്ങനെയല്ല. ഇവിടെ അച്ഛന് ഭക്ഷണം കൊടുക്കുമ്പോ അമ്മ ഇരിക്കാറില്ല. വരുണിന് ഭക്ഷണം കൊടുക്കുമ്പോ രാധിക ഇരിക്കാറില്ല. എന്നാരാ പറഞ്ഞേ? വരുണും രാധിക എപ്പോഴും ഒരുമിച്ചിരുന്നല്ലേ കഴിക്കാറ്? എടോ, ഈ ബഹുമാനമൊക്കെ മനസ്സിൽ മതി, അല്ലാതെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്ത് കാണിക്കണമെന്നൊന്നുമില്ല. താനൊരു കാണിച്ചേ, അത് വന്നേ, അതവിടെ നോക്കി. അവിടെ ഇരുന്നേ. ഇത് നമ്മുടെ കുടുംബജീവിതം. അതെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്, മനസ്സിലായോ? ഓ, മതി. എടോ, മോശം പറയരുതല്ലോ. ഫുഡ് കൊള്ളാം. അത് ചുമ്മാ. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ എന്താവൂന്ന് കരുതിയിട്ടല്ലേ? ആ തോന്നലാ തെറ്റ്. ഭക്ഷണം നല്ലതല്ലെങ്കിൽ അതാരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എനിക്കതിന് യാതൊരു മടിയില്ല.
ഇനി ഉണ്ടാവൂല. ശരിക്കും നല്ല രസമുണ്ടോ? ഉണ്ടടോ. ഒന്ന് ട്രൈ ചെയ്താ അത്യാവശ്യം ഒരു കുടുംബത്തെ സന്തോഷിപ്പിക്കാനുള്ള ഫുഡൊക്കെ തനിക്കിപ്പോ ഉണ്ടാക്കാൻ പറ്റും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒരാളുടെ മനസ്സ് നിറയ്ക്കാൻ ഏറ്റവും എളുപ്പം അയാളുടെ വയറ് നിറയ്ക്കുന്നതാ. ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. ആ അങ്ങനെ പിടിച്ചു പിടിച്ച് കേറി വാ. ഇപ്പോ ദേ ഇത് കഴിച്ചേ. വാ. ആരെയും നോക്കുന്നേ? ഇവിടെ ഒന്നും ആരുമില്ല. ഉറപ്പാണോ? ഉറപ്പ്. കഴിക്കുവേണ്ടേ? ഓ, ഈ നശിച്ചവൻ തൊണ്ട പൊളിക്കുന്നത് കണ്ടില്ലേ? അത് അയാളുടെ ജോലിയല്ലേ മുത്തശ്ശി? ഓ, എന്തോന്ന് ജോലി? ആ പെട്ടിയുടെ മുമ്പിലിരുന്ന് ആക്ഷൻ കട്ട് പറയുന്നതല്ലേ? ഇവന്റെ ഓരോ കട്ടിനും പൊടിഞ്ഞു പോകുന്നതേ നമ്മുടെ കോടികളാ. ഓ, അത് മുത്തശ്ശി ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നോണ്ടാ. സിനിമ ഇങ്ങനെ തന്നെയാ മുത്തശ്ശി. നീ അങ്ങ് സിനിമയിലെ സീനിയർ. പക്ഷെ ഉള്ള കാര്യം പറയാലോ, അവനെ നിന്നോട് എന്നോടും വൈരാഗ്യം തീർക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് രാവിലെ തന്നെ അഭിനയിക്കാൻ വേണ്ടി 4-5 പേരെ കൊണ്ട് കാണിച്ചില്ലേ? അപ്പൊ അവന് സൗന്ദര്യം പിടിച്ചില്ല. ഇവനാരാടി? ഇവന്റെ മൊന്ത എങ്ങനെയായിരിക്കുന്നേ? മുത്തശ്ശി, ഡയറക്ടർ എങ്ങനെ ഇരുന്ന എന്താ? ആളുകൾ സ്ക്രീനിലുള്ളവരല്ലേ കാണൂ. നല്ല ആളുകളെ എടുക്കുന്നത് നമുക്ക് നല്ലതല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും അവനൊരു ചൊറിയനാ. പാട്ടുകാരൻ വന്നാ പാട്ട് പിടിക്കില്ല, മ്യൂസിക്കാരൻ വന്നാ മ്യൂസിക് പിടിക്കില്ല.